പറ്റുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താ പറ്റിയത്? എന്തോ പറ്റിയിട്ടുണ്ട് അല്ലേ? തിരിച്ചറിഞ്ഞു അതെന്താണെന്ന്. ചിരിക്കണ്ടേ? സമയമില്ല അല്ലെ? ചിരിക്കാൻ സമയമില്ല. കരയാൻ സമയമുണ്ടോ? അതിനും സമയമില്ല. അപ്പൊ ചിരിക്കാനും സമയമില്ല, കരയാനും സമയമില്ല. പിന്നെ എന്തിനാ നമുക്ക് സമയം? എന്തിനാ സമയം? അതാണ് അല്ലേ. അതിപ്പോ ഗിജേച്ചി പറഞ്ഞു അല്ലേ, നമ്മളൊക്കെ ജീവിച്ചിരുന്നു ചോദിച്ചു. 10, 30, 35 കൊല്ലം രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ എണീക്കാനും പോകാനൊന്നും സ്ഥലമില്ലെങ്കിലും പോകാനോട്ട് കഴിയുന്നുമില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണമൊക്കെ ഇന്ന് കണ്ടവരെ ചിലപ്പോൾ നാളെ കാണണമെന്നൊന്നുമില്ല. ഇനിയുള്ള ദിവസങ്ങൾ, നിമിഷങ്ങളൊക്കെ നമുക്ക് എന്ത് പറ്റണം? ചിരിക്കാൻ സാധിക്കണ്ടേ? വേണോ? എന്താ അതിന് വേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ടീച്ചർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അല്ലേ? ടീച്ചറെ വായനശാലയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ വായിക്കാൻ ആളില്ല. കുറ്റം പറയുന്നല്ല കേട്ടാ. വായിക്കാൻ ആളില്ല, മീറ്റിംഗ് വിളിച്ചാല് വരാൻ ആളില്ല, ആരും വരൂല. എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ആളുകള് വരാത്തത്? എന്തുകൊണ്ടാണ് ആളുകള് മനസ്സ് തുറന്ന് പറയാത്തത്? എന്തുകൊണ്ടായിരിക്കും? ചോദ്യം ചെയ്തു ടീച്ചറാണ്. എന്തുകൊണ്ടാണ്? അത്ത പ്രശ്നം അല്ലേ? അതാണ്. മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് അത്രേ വരാത്തത്. അപ്പൊ ചിരിക്കാത്തതോ? അതും അതന്നെ അല്ലേ. ഞാനിങ്ങനെ വല്ലാണ്ട് ചിരിച്ചു പോയാല് നാളെ എനിക്കൊരു സങ്കടം വന്നാല് ചിലപ്പോ ഈ ചിരിയുടെ കാരണം കൊണ്ടാണോ എനിക്ക് സങ്കടം വരുന്നത്? പണ്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണ്. പുതിയ കാലത്ത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. പുതിയ കാലത്തെ കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് നമ്മൾ അങ്ങനെയൊന്നും പഠിപ്പിച്ചേക്കല്ലേ. നമ്മളെ പഠിപ്പിച്ചതാണ് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ ആഗ്രഹങ്ങളോട് നിങ്ങളുടെ കൊക്കിനെ വിടർത്തി വെക്കൂ എന്നാണ് പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കുവോ നമ്മുടെ വീട്ടുകാര്? നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിക്കുവോ? കുഞ്ഞുങ്ങളേക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരുപാട് കുഞ്ഞു മക്കളുണ്ട്. എന്താ ചെയ്യുന്നത്? അവരുടെ എല്ലാ കഴിവുകളെയും മെല്ലെ മെല്ലെ നമ്മളിങ്ങനെ ചുരുക്കി കൊണ്ടുവരും അല്ലേ? നല്ല ഇപ്പൊ സ്കൂളിലൊക്കെ, ഞാൻ ടീച്ചറാണ് കേട്ടോ, അപ്പൊ സ്കൂളിലൊക്കെ വളരെ വൈബുള്ള, വളരെ എന്താ പറയാ, ഓടിച്ചാടി നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഗിരിജ ടീച്ചർക്ക് അറിയാം. ആ കുഞ്ഞുങ്ങളൊക്കെ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ആരാണ്? എന്താണ്? അവര് അടങ്ങി ഒതുങ്ങി ഇരിക്കാത്ത കുഞ്ഞുങ്ങളാണ് അല്ലേ? പിന്നെ അടങ്ങി നമ്മള് രക്ഷിതാക്കൾ വന്നിട്ട് പറയലുണ്ട്, എന്റെ ടീച്ചർ ഒരു രക്ഷയില്ല കേട്ടോ, ഒറ്റ രക്ഷയില്ല, ഇത് ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കൂല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, അതിന് എത്ര വയസ്സായിട്ടുണ്ടാവും? 5 വയസ്സായിട്ടുണ്ടോ അല്ലെ 10 വയസ്സായിട്ടുണ്ടാവും? 10 വയസ്സായ കുട്ടി എങ്ങനെയാണ് 50 വയസ്സായ 60 വയസ്സായ 40 വയസ്സായ ആളുകളെ പോലെ പെരുമാറുക? ഇവിടെ കുറേ അമ്മമാരുണ്ട്, കുറെ കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ? അവർ അടങ്ങിയിരിക്കണം അത്രേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ പടിയൊന്നും വേണ്ട കേട്ടോ, ഇപ്പൊ എന്താ ചെയ്യാ? കുഞ്ഞുങ്ങളെ അടങ്ങിയിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കില്ലേ? ഒക്കെ നല്ലതാണ്. ചെറിയ മക്കൾക്ക് അതൊക്കെ കൊടുത്തു, അവരെ അതിൻ്റെയൊക്കെ അഡിക്റ്റായി, എന്നിട്ട് അതൊക്കെ കണ്ട് അവരെങ്ങനെ രസിച്ച്. കാരണം പിന്നെ അവർക്ക് നമ്മളെ വേണോ? പിന്നെ അവർക്ക് നമ്മളെ ഒന്നും വേണ്ട, അവർക്ക് ആവശ്യമേ ഇല്ല. ഭക്ഷണം നിങ്ങൾ നിർബന്ധിച്ച് കൊടുത്തില്ലെങ്കിലും അവരെ വിശക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ കഴിക്കും. ദയവേതൊരു റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരോടും പറയാണ്, ഈ അമ്മമാർക്ക് അമിത സ്നേഹം കൊണ്ട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം എന്താ അറിയോ? കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഭക്ഷണം കൊടുക്കൂല്ലേ? അത് അത്ര സ്നേഹമൊന്നും അല്ല കേട്ടോ. കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വായിൽ വെച്ച് കൊടുക്കുന്നത് സ്നേഹമൊന്നുമല്ല. ഡോക്ടർ ഇവിടെ ഉണ്ട് അല്ലെ ഡോക്ടറെ? അത് സ്നേഹമൊന്നുമല്ല. അവർക്ക് വേണമെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് സ്വാശ്രയശീലാണ്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എടുത്തു കഴിക്കാൻ വേണ്ടി എനിക്ക് ഇത്ര ഭക്ഷണം ആവശ്യമുണ്ട് എന്ന്, ഇത്ര ഭക്ഷണമേ എനിക്ക് വേണ്ടൂ എന്ന് തിരിച്ചറിയാൻ നമ്മൾ അവരെ കുഞ്ഞാകുമ്പോൾ പഠിപ്പിക്കണം അല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത്? പകരം നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ കുത്തി നിറച്ചിട്ട് അവർക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ കൊടുത്തിട്ട് കുറെ കഴിയുമ്പോൾ, രോഗം ഇവിടെ നിൽക്കട്ടെ, കുറെ കഴിയുമ്പോൾ അവര് ഭക്ഷണത്തിന്റെ വില അറിയാതെ
വലിയ ഹോട്ടലുകളിലൊക്കെ ചെന്നാല് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട്, അങ്ങനെയല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ മക്കളൊക്കെ അങ്ങനെയാണ്. അവരെന്നെയും കൂടി ഹോട്ടലിൽ പോകില്ല, എന്നെയും കൂടി ഒരു ഹോട്ടലിൽ പോവില്ല. എന്നെയും കൂടി ഹോട്ടലിൽ പോയാൽ എനിക്ക് ആകെ നിർബന്ധം ഓർഡർ ചെയ്ത ഭക്ഷണം പൂർണ്ണമായിട്ടും കഴിച്ചിരിക്കണം, ഒരു വറ്റ് പോലും ബാക്കി ഇടരുത് എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് പറയും, അവർക്ക് പേടിയാ. അമ്മ ഉണ്ടായാല് നടക്കൂല, കാരണം കുറെ ഓർഡർ ചെയ്യും, എന്നിട്ട് ഈ സാധനമൊക്കെ വേസ്റ്റ് ആക്കും. ഭക്ഷണത്തിന്റെ വില നമുക്ക് അറിയില്ല. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും അല്ലേ? ഇഷ്ടം പോലെ ഉണ്ടായാലും ഇല്ലാത്ത ഒരുപാട് ആളുകളില്ലേ? അപ്പൊ നമ്മൾ ഈ കുത്തി നിറച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതാക്കുന്നത് ഭക്ഷണത്തോടുള്ള വിലയാണ് ഇല്ലാതാക്കുന്നത്. നമ്മൾ പറയും, എന്താ പറയാ, ഈ വാല്യൂ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയും. കുട്ടികളിൽ മോറൽ ആയ കാര്യങ്ങൾ ഉണ്ടാകണം, വാല്യൂ ഉണ്ടാകണം എന്നൊക്കെ പറയൂ അല്ലേ? നമ്മളത് മുതിർന്നിട്ടാ പറയാ, കുഞ്ഞുങ്ങളിൽ വാല്യൂ ഉണ്ടാവണം എന്നൊക്കെ. ഉണ്ടാകാനുള്ള നല്ല വഴിയും ഉണ്ടാവും. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ഒക്കെ കണ്ടിട്ട്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയല്ലേ കാണുന്നവരല്ലേ അല്ലേ? യൂത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇനി യൂത്ത് മാത്രമൊന്നുമല്ല, ചെറിയ കുഞ്ഞുങ്ങള് 6ാം ക്ലാസ് 5ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കാണുന്നവരാണ്. അവരതിന് അഡിക്റ്റ് ആണ്. അവർക്കിപ്പോൾ ഗെയിമൊന്നും വേണ്ട. ഗെയിമൊക്കെ കാണുന്നവരുണ്ടാകും. ഗെയിമിനും അപ്പുറത്ത് അവര് നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കാണുന്നതിൽ അഡിക്റ്റ് ആണ്. കാണുന്നവർ ഇവിടെ ഉണ്ടാവും. എത്ര പേര് കാണുന്നവരുണ്ട് നെറ്റ്ഫ്ലിക്സ്? ഒന്ന് കേൾക്കണം കേട്ടോ. അതാ, മുതിർന്നവര് കാണുന്നവരില്ല, കുഞ്ഞുങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആ സീരീസിന്റെ സ്വഭാവം എന്താണെന്ന്, അത് കാണുന്നവർക്കറിയാം അല്ലേ? നിങ്ങൾ എന്ത് വാല്യൂ ആണ് അതിലുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മൾ പറയുന്നത് ഒന്നുമല്ല കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് കയറുക, അവർ കാണുന്നതാണ് അവരുടെ തലയിലേക്ക് കയറുക. നെറ്റ്ഫ്ലിക്സിനൊന്നും നിങ്ങൾക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റൂല. പറ്റുമോ? യൂട്യൂബിൽ ഇല്ലാതാക്കാൻ പറ്റുമോ? ഒന്നിനും ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ആക്സസ് ആണ്, നമ്മുടെ കയ്യിലുണ്ടത്. നമ്മുടെ കയ്യിൽ, നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ മുന്നിൽ, നമ്മുടെ കൺമുന്നിൽ ഒക്കെയുള്ള സാധനത്തെ കണ്ടില്ലാതെ നടിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ വീട്ടിനിടയിൽ, വീട്ടിനുള്ളിൽ വെച്ചിട്ട് ചെറിയ കുഞ്ഞു കാര്യങ്ങള് നമ്മൾ ചെയ്യണം. ഇവിടെ മുതിർന്നവരും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അച്ചാച്ചന്മാരും അമ്മാമ്മമാരും ഒക്കെ ഉണ്ട് അല്ലേ? ഉണ്ടല്ലോ. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടോ? അല്ല വിദേശത്താണോ? ചെറിയ മക്കൾ, കൊച്ചുമക്കളൊന്നും വീട്ടിലില്ലാത്ത ലോകത്താണ് നമ്മളുള്ളത്. അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ? എന്നാലും ഉണ്ടാവും, ചില വീട്ടിലൊക്കെ ഉണ്ടാകും. ഈ അമ്മമാരും അച്ചാച്ചന്മാരും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? അങ്ങനെ വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ വീട്ടിലുണ്ടോ? കുഞ്ഞുമക്കളുണ്ട്? ഉണ്ട് ഇവിടെ. അതപ്പോൾ പ്രശ്നം. കൂടെ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഇനി ഉള്ളവർ തന്നെ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് കഥ പറയാനറിയോ? അമ്മമാർക്ക് കഥ പറയാനറിയോ? അറിയോ? അതോ, അമ്മമാർക്ക് അച്ഛന്മാർക്കൊന്നും കഥ പറയാൻ അറിയില്ല. ഒരിക്കലും ഒരു കൗൺസിലിങ്ങിന് 5 വയസ്സായ ഒരു കുഞ്ഞിനെയും കൊണ്ട്, 5 വയസ്സാണ്, രക്ഷിതാവിന് ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ കുഞ്ഞ് ഭയങ്കര ഹൈപ്പറാണ്. 5 വയസ്സായ കുഞ്ഞ് ഹൈപ്പർ ആവണ്ടേ? അതിങ്ങനെ അടങ്ങിയിരിക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ ഹൈപ്പറായ കുഞ്ഞിനെ എന്താ ചെയ്യുക, എങ്ങനെ അടക്കിയിരുത്തുക എന്നാണ് ചോദ്യം. അപ്പൊ ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഹൈപ്പറായ കുഞ്ഞിനെ ഒന്ന് അടക്കിയിരുത്തണ്ടേ? ഹൈപ്പറൊന്നും അല്ല, ശരിക്കും 5 വയസ്സായ കുഞ്ഞ് എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറുന്ന ഒരു കുഞ്ഞ്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞ് എന്താണ്? ഭയങ്കര ഹൈപ്പറായ കുഞ്ഞാണ്. അതിനെ അടക്കിയിരുത്തിയേ പറ്റൂ. ഇപ്പൊ ചോദിച്ചു, എന്താ ചെയ്യുക? കുഞ്ഞിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല മിസ്സേ, ആകെ ചെയ്യുന്നത് മൊബൈൽ കൊടുക്കും. മൊബൈൽ കൊടുത്താൽ അടങ്ങിയിരിക്കും കേട്ടോ, ഒരു പ്രശ്നമില്ല. നമ്മൾ വേണ്ട, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, അവിടെ സുഖമായിട്ട് അടങ്ങി ഇരിക്കും. പക്ഷെ അവർ തന്നെ തിരിച്ചു പറഞ്ഞത്, അങ്ങനെ മൊബൈൽ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ കുട്ടിയിൽ, ചില പ്രശ്നങ്ങൾ, പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. 5 വയസ്സുകാരനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള കാരണം, നഴ്സറിയിലെ 5 വയസ്സെന്ന് പറഞ്ഞാൽ യു കെ ജിയിലെ പെൺകുട്ടിയോട് ഈ കുഞ്ഞു മോൻ ചോദിച്ചത്, രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരട്ടെ എന്നാണ്. കുഞ്ഞിനറിയില്ല കേട്ടോ, പാവം ഏതോ മുതിർന്ന ഒരു കഥാപാത്രം വേറൊരു കഥാപാത്രത്തോട് ചോദിക്കുന്നത് കേട്ടത് കുഞ്ഞ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ പക്ഷെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുഞ്ഞിനോട് രാത്രി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചത്
മോശം കാര്യമായി